ജൂൺ 4 വീണ്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ടേം തുടങ്ങുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ടേം തുടങ്ങുമ്പോൾ വലിയ നിരാശയിലാണ് ഇവിടെയുള്ള പ്രതിപക്ഷങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും പിന്നെ വേറെ ചില മോദി വിരുദ്ധരും എല്ലാം. പക്ഷേ ഞാനിവിടെ ചോദിക്കാൻ പോകുന്നത് പ്രശ്നം ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ടേം കൊണ്ടും BJPയുടെ ഭരണം നമ്മുടെ ഇന്ത്യയിൽ നിലയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇനി ഒരു 100 കൊല്ലം അല്ലെങ്കിൽ പോട്ടെ ഒരു 50 കൊല്ലം, 100 കൊല്ലം എന്ന് പറയേണ്ടത് വിഷമമാവും അല്ലേ, ഒരു പാരലൽ വേൾഡ് ജീവിച്ചോട്ടെ, ഒരു 50 കൊല്ലം BJP ശക്തമായിട്ട് മുന്നോട്ട് ഭരിക്കും എന്നാണ് പല ആൾക്കാരും പല നിരീക്ഷകരും പറയുന്നത്. ഇപ്പം നരേന്ദ്രമോദി എപ്പോഴാ താഴെ ഇറങ്ങുമെന്ന് നോക്കിയിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. നമുക്കറിയാം 2014 മോദി വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെയും സാമ്പത്തിക നിരീക്ഷകരുടെയൊക്കെ ഒരു വാദം എന്ന് പറയുന്നത് മോദിക്ക് അധികാരം കിട്ടില്ല എന്നുള്ളതാണ്. മോദി അധികാരത്തിൽ കയറിയപ്പോൾ അവർ പറയുന്നത് മോദിക്ക് ഗുജറാത്തിന് പുറത്ത് വേറൊരു സംസ്ഥാനങ്ങളും പിടിക്കാൻ പറ്റില്ല എന്നായിരുന്നു. ഇപ്പോൾ പറയുന്നത് മോദിക്ക് തമിഴ്നാട് കേരളം പിടിക്കാൻ പറ്റുന്നില്ല. തമിഴ്നാട് എന്തായാലും നാളെ മറ്റന്നാളെ പിടിക്കും. അത് കഴിഞ്ഞ് പറയും കേരളം പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇപ്പം ഇവരുടെ വാദം എന്ന് പറയുന്നത് ഇനി അടുത്ത ഇവർക്ക് ആശ്വസിക്കാനുള്ളൊരു വാദം, കാരണം റിയൽ വേൾഡിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നടക്കുന്നില്ല. പാരലൽ വേൾഡിൽ ഇവർ എന്തെങ്കിലും പറഞ്ഞ് മോദി ഫാസിസ്റ്റാണ് എന്ന് ഇവർ തന്നെ പറയുന്നു, ഇവർ തന്നെ വിശ്വസിക്കുന്നു, ഇവർ തന്നെ കൈയടിക്കുന്നു, ഇവർ തന്നെ ആ ഒരു ആനന്ദ നിർവൃതി അടയുന്നു. അതുപോലെ ഇവരിപ്പോൾ പറയുന്നൊരു കാര്യമാണ്, നരേന്ദ്രമോദി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നരേന്ദ്രമോദി ഇറങ്ങിക്കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞു എന്നുള്ളത്. ഒരു 50 കൊല്ലം പോയിട്ട് നരേന്ദ്രമോദി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ടേമിൽ ആര് വന്നാലും ഒരു എന്ന് പറഞ്ഞാൽ ഒരു 2.5 കൊല്ലം പോലും തയ്ക്കില്ല, പകുതി ടേം പോലും തയ്ക്കില്ല എന്ന് അവർ പറയുന്നത്. എന്താ ഒരു വിശകലനം? ഈ ധനുഷ് പറഞ്ഞ പോലെ ഈ ജൂൺ 4 മോദിയുടെ മൂന്നാമത്തെ ടേം തുടങ്ങുകയാണ്. ധനുഷ് അങ്ങനെ പറയുന്നു. ജൂൺ 4 റിസൾട്ട് മോദി വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാവരും പറയുന്നു. അപ്പൊ ധനുഷ് അത് വിശ്വസിക്കുന്നു 100%. അതൊരു റിയാലിറ്റിയാണ്. നരേന്ദ്രമോദിയെ പറ്റി നമുക്ക് പഠിക്കാൻ, നരേന്ദ്രമോദിയുടെ തുടക്കം ഗുജറാത്തിൽ നിന്നാണ്. രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വന്നത് ഗുജറാത്തിൽ നിന്നാണ്. അല്ല, ജനത്തിനിടയിൽ അറിയാൻ തുടങ്ങി. അതിന് മുമ്പ് BJPക്ക് അകത്തുള്ളവർക്കറിയാം. BJPയുടെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് ചാർജ് കൊടുത്ത സംസ്ഥാനങ്ങളൊക്കെ അതുവരെ BJP ഇല്ലാത്തടത്ത് BJP പിന്നെ അധികാരത്തിൽ വരുന്നതാണ് കണ്ടത്. അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. നരേന്ദ്രമോദി നമ്മളറിഞ്ഞത് ഏതാണ്ട് ഈ 10 കൊല്ലം കൂടെ ആകുമ്പോൾ 23 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി നമുക്കറിയാം. അത് റെക്കോർഡാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിട്ട് 23 കൊല്ലം ഭരണം കയ്യിലിരിക്കുന്ന മനുഷ്യൻ. അപ്പം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് പോയോ? അദ്ദേഹം അതിന് ശേഷം ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കി, അവരിപ്പോൾ ഗവർണറായി. അപ്പം അദ്ദേഹം പോയതിനു ശേഷം ഗുജറാത്ത് പോയി, കോൺഗ്രസ് ഇടപെടലും പോയി. അതെ. അപ്പം ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജയനന്ദകുമാറിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ കേട്ടത്. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന പുള്ളിയുടെ അഭിപ്രായത്തിൽ സുവർണ കാലഘട്ടത്തിലാണ്. അപ്പം അദ്ദേഹം എന്ന് വെച്ചാൽ BJP ഏൽപ്പിച്ചിരിക്കുന്ന നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ട് പോകുന്നത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിൽ, അവരുടെ വർത്തമാനത്തിൽ ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടം. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഈ നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി മാറിയാലും ആ ഏൽപ്പിക്കുന്ന സംവിധാനം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനപ്പുറം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിപ്പോകുന്ന ഒരു നേതാവാണ്. അല്ല, സത്യം പറഞ്ഞാൽ ഈ RSSന്റെയും BJPയുടെ ഒരു സംഘടനാ സെറ്റപ്പിനെ കുറിച്ച് ഇവർക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്തതിന്റെ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇവർ വിചാരിക്കുന്ന ഈ RSS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. 147 രാജ്യത്തിൽ RSS ഉണ്ട്. ഈ രാജ്യങ്ങളൊന്നും RSS അവിടുത്തെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൻ്റെ വ്യാപ്തി ഭയങ്കര ഭീകരമാണ്. ഈ മഞ്ഞ് കട്ട വെള്ളത്തിൽ കിടക്കുന്ന പോലെ നമ്മൾ മേൽപോട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഏതാണ്ട് 10% മേൽപോട്ട് കാണത്തില്ല. അതിനേക്കാട്ടിൽ ഭീകരമാണ്. കാരണം ഇതിൻ്റെ വ്യാപ്തി. പിന്നെ അവർ എടുക്കുന്നതും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പുരോഗതി, സമൂഹത്തിൻ്റെ പുരോഗതി. അപ്പം അതുകൊണ്ടാണ് പലവട്ടം ഇതിനെ നിരോധിച്ചതിന് ശേഷവും തിരിച്ചു കൊണ്ടുകൊണ്ട് വരുന്നത്. നിരോധിച്ചവർക്കൊക്കെ ഈ RSS എന്ന് പറയുന്ന സംഘടനയെ വിളിച്ചിരുത്തി ആദരിക്കേണ്ടി വരുന്നതൊക്കെ ഒരവസ്ഥ വരുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇനിയും അങ്ങോട്ട് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഭരിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ പാർലമെൻറ്റ് മണ്ഡലം പണിഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിളിച്ച് പറഞ്ഞു, അത് പാർലമെൻറ്റ് മന്ദിരം ഞാൻ അടുത്ത പ്രാവശ്യം ഈ ഗവൺമെൻറ് തീരുന്നതിന് മുമ്പേ പണിയും, അടുത്ത പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഈ പാർലമെൻറ്റ് മന്ദിരത്തിലായിരിക്കും എന്ന് പറഞ്ഞു. പാർലമെൻറ്റ് മന്ദിരം പണിഞ്ഞു. അതിന് തടസ്സങ്ങളൊക്കെ വരുത്താൻ നോക്കി. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു അതിനകത്തെങ്കിലും കാര്യമൊന്നുമില്ല, പണിഞ്ഞാക്കത്തുള്ളൂ. പണിഞ്ഞപ്പോൾ അദ്ദേഹം ലോക്സഭയിലേക്കുള്ള സീറ്റ് 900 സീറ്റ്, 788 സീറ്റ്, രാജ്യസഭയിലേക്ക് 350 സീറ്റ് പണിഞ്ഞിട്ടുണ്ട്. ഇപ്പം 545 സീറ്റ് മതി. രാജ്യസഭയിൽ 200, എനിക്ക് തോന്നുന്നു 20 പോട്ടെ, എത്രയാണെന്ന് കറക്റ്റ് കണക്കറിയുന്നില്ല.
അപ്പൊ എന്തിനാണ് ഈ സീറ്റ് കൂടുതൽ അവിടെ പണിഞ്ഞിട്ടിരിക്കുന്നത്? അല്ല അത് വേക്കന്റ് ആയിട്ട് ഇടാനൊന്നുമല്ല സീറ്റ്. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പ്രശ്നം തട്ടെ, ഇവര് പറയുന്നത് നരേന്ദ്രമോദി അടുത്ത അധികാരം പിടിക്കാനായിട്ട് മോദിക്ക് ഇതാ സ്ഥാനഭ്രംശം മതിഭ്രമം സംഭവിച്ചിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ പല ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നരേന്ദ്രമോദി അവിടെ ഇലക്ഷനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല. എങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയോടെ വലിച്ചു ചേർക്കാം, എങ്ങനെ നേപ്പാൾ ചേർക്കാം, POK എങ്ങനെ തിരിച്ചു പിടിക്കാം, ഈ പ്രവർത്തനങ്ങളോട്ട് പുള്ളി മുന്നോട്ട് പോകാണ്. പുള്ളി ഒരു ദീർഘവീക്ഷണം. അതൊരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പം ഒരു ഇന്റർവ്യൂവിനകത്ത് ദേശീയ ഏതോ ഒരു ചാനലാണ് ഓർക്കുന്നില്ല, ഇന്റർവ്യൂവിനകത്ത് പുള്ളി പറഞ്ഞത്, ധനുഷ് പറഞ്ഞതുപോലെ 2024 ഇലക്ഷൻ ഞാൻ 2050 പറ്റി 49-50 പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ഇലക്ഷൻ ഒരു കാര്യമേ അല്ല, കാരണം അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസത്തിനിപ്പുറം BJP അവർ ഈ അവരുടെ കമ്മിറ്റി വിളിച്ചിട്ട് ഉന്നത ബോഡി വിളിച്ചിട്ട് അവർ തീരുമാനം എടുത്തെന്തോ ഈ പ്രാവശ്യം തോറ്റ സീറ്റുകൾ 10,000 തോറ്റ സീറ്റുകൾ, 1000 തോറ്റ സീറ്റുകൾ, ഈ സീറ്റുകളെല്ലാം കണ്ട് അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം, അടുത്ത 2024 എല്ലാം ജയിക്കണം. എത്ര കൊല്ലം പോലുള്ള പരിപാടിയാണ് ഇവിടെ? 6 മാസം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴും ജോഡോ യാത്രയും കൊണ്ട് നടക്കുക, അയാളെ വിളിച്ചണക്ക് കിട്ടുന്നില്ല. അല്ല, ഞാൻ പറയുകയാണ് ഇതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പം ഈ പ്രാവശ്യം BJP അധികാരത്തിൽ വന്നാൽ, 2024 BJP അധികാരത്തിൽ വന്നാൽ BJP ഇന്ത്യയിൽ ഭരണത്തിൽ നിന്ന് മാറിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് നമ്മുടെ ഈ സെൻസസ് എന്ന് പറയുന്ന സാധനം 1972 നടക്കേണ്ടതായിരുന്നു, അതിനുശേഷം 2002 നടക്കേണ്ടതായിരുന്നു. അതിന് പിന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2026 ഈ വെച്ചിരിക്കുന്നത്. ലോകത്തുള്ള രാജ്യങ്ങളിൽ മൊത്തം ഈ 2021 ആയപ്പോൾ നടന്നു. നമ്മുടെ ഇവിടെ നടക്കാൻ പോയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 26 വെച്ചിരിക്കുന്നത്, വേണമെങ്കിൽ ആ സമയത്ത് നടത്താമായിരുന്നു. നടത്തിയായിരുന്നെങ്കിൽ 2039 വീണ്ടും ഈ ലോക്സഭ സീറ്റ് പുനർനിർണ്ണയം നടത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് BJP വളരെ കൃത്യമായിട്ട് കോവിഡ് സമയത്ത് നടത്താതെ വലിച്ചു നീട്ടിക്കൊണ്ടുപോവുകയാണ്. അത് ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം. ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന 2026 നടത്തുന്നതിന് വേണ്ടിയാണ്. 2029 വരെ ഈ മിനിസ്ട്രി ഉണ്ട്. 2026 ഇത് നടന്നു കഴിഞ്ഞാൽ ലോകസഭ പുനഃസംഘടന അല്ലെങ്കിൽ നിയമസഭ പുനഃസംഘടന നടക്കണം. കാരണം നമ്മുടെ ഇവിടുത്തെ ലോകസഭ നിയമസഭ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ 10 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യുന്നതാണ് ഒരു ലോകസഭ. അതിന് ലക്ഷദ്വീപ് പോലടുത്ത് ആളുകൾ കുറവായതുകൊണ്ട് അതിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്നാലും 10 ലക്ഷം വോട്ടർമാരുള്ള ഒരു പ്രദേശം ഒരു ലോക്സഭാ മണ്ഡലമായിട്ട് തീരുമാനിക്കും. നിയമസഭയ്ക്കും അതുപോലെ വോട്ടർമാരുടെ എണ്ണമുണ്ട്. അപ്പം ലോകസഭയും നിയമസഭയും പുനർനിർണ്ണയം നടക്കണം സെൻസസ് വന്നു കഴിഞ്ഞാൽ. പറഞ്ഞു മനസ്സിലായി? അടുത്ത ലോകസഭയും നിയമസഭയും പുനർനിർണ്ണയം നടക്കുമ്പോൾ 140 കോടി ജനമാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഒരു ഏകദേശ കണക്ക് വെച്ച് നോക്കുമ്പോൾ 750-80 ലോകസഭ MP വരും. മനസ്സിലാവുന്നു? രാജ്യസഭയിൽ 350 അടുത്ത് വരും. കറക്റ്റ് കണക്കല്ല, എന്നാലും ഇതിൽ കുറയത്തില്ല. അതുകൊണ്ടാണ് 800 ശിഷ്ടം ലോകസഭാ സീറ്റുകൾ വെച്ച് നമ്മൾ പണിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ BJP വടക്കേ ഇന്ത്യ കൊണ്ടാണല്ലോ BJP നിൽക്കുന്നത്. അവർ പറയും തെക്കേ ഇന്ത്യയിൽ കട്ടിങ് അടിച്ച് മറ്റേ മറിച്ച് അല്ലെങ്കിൽ ഇവിടോട്ട് കയറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോഴും എന്നാലും അവരിവിടെയും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അവരിവിടെയും വരെ. ഇനിയിപ്പോൾ ഇവർ ഈ പറയുന്ന വാദം പോലും അങ്ങനെയാണെന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യ മാത്രം മതി BJPക്ക് അധികാരത്തിൽ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അതായത് വടക്കേ ഇന്ത്യ മാത്രമേ 2 രീതിയിൽ ഈ മണ്ഡലം പുനർനിർണ്ണയം നടത്താം. വേണമെങ്കിൽ 545 സീറ്റ് വെച്ച് തന്നെ പുനർനിർണ്ണയം നടത്താം. കാരണം 10 ലക്ഷം എന്നുള്ളത് കൂട്ടിയാൽ മതി. രണ്ടാമത് 10 ലക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ 2 രീതിയിൽ നോക്കിയാലും BJPക്ക് ആണ് നേട്ടം. കാരണം കേരളം പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കേരളം, തമിഴ്നാട്, തെലുങ്കാന ഈ സംസ്ഥാനങ്ങളിലൊക്കെ കറക്റ്റായിട്ട് നേരത്തെ കേന്ദ്രം പറഞ്ഞ പോലെ ജനസംഖ്യാ നിയന്ത്രണം നമ്മളൊക്കെ ഒരു അച്ചടക്കമുള്ള സംസ്ഥാനമാണ്, അത് നടത്തിയിരുന്നു. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും നടത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ 20-ൽ നിന്ന് ഈ 545 വരുവാൻ കേരളത്തിൻ്റെ കാര്യം ആദ്യം പറയുവാണെങ്കിൽ 20 സീറ്റിനകത്ത് 1 സീറ്റും കുറയും. അല്ല, 20 സീറ്റിനകത്ത് 1 സീറ്റല്ല, 12 സീറ്റിലേക്ക് പോകും. ഏകദേശം ഒരു കണക്ക് വെച്ച് കുറയും. മൊത്തത്തിൽ 12 സീറ്റിലേക്ക് കുറയും. തമിഴ്നാട്ടിലും കുറയും. അല്ലെങ്കിൽ നാട്ടിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ അനുവദിക്കത്തില്ല, സീറ്റ് കുറയും. മനസ്സിലായില്ലേ? അപ്പം ഈ തെക്കേ 39 സീറ്റ് 39 ആണോ 38 ആണോ എന്തായാലും അത്രയുണ്ട്. അതിനകത്തൊന്നും വേണ്ട ഒരു 3-4 സീറ്റും കുറയും. അപ്പം ബാക്കി കൂടാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ തെലുങ്കാനയൊക്കെ കൂടും, വളരെ കുറച്ചേ കൂടുതൽ. പക്ഷേ UP ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 80 എന്നുള്ളത് 91 ആവും. കാരണം 545 വരുവാണെങ്കിൽ 80 എന്നുള്ളത് 95 ആവും. കേരളം ഏതാണ്ട് 12 സീറ്റിലേക്ക് കുറയും. തമിഴ്നാട് 39 ഉണ്ടെങ്കിൽ 31 ആവും. മനസ്സിലായി? ആന്ധ്ര, തെലുങ്കാന 42 വരും, മൊത്തത്തിൽ 34 ആവും. മനസ്സിലാക്കി? കർണാടക 28-ൽ നിന്ന് 26 കുറയും. അപ്പം ഈ ഉത്തർപ്രദേശിലാണെങ്കിൽ ഈ 545 വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉത്തർപ്രദേശ് ഇപ്പോൾ 80 കൊണ്ട് 91 ആവും. കേട്ടോണം. ബീഹാർ 40 കൊണ്ട് 56 ആവും. അപ്പം രാജസ്ഥാൻ 25 കൊണ്ട് 31 ആവും. മധ്യപ്രദേശ് 29 ഉള്ളത് 33 ആവും. അപ്പം നമ്മൾ ഈ കണക്ക് കൂട്ടി നോക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം ഈ 10 ലക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ അവസ്ഥ എന്താണെന്നറിയോ? കേരളത്തിൽ 19 സീറ്റാവും 20 എന്നുള്ളത്.
തമിഴ്നാട്ടിലും കുറയും, 35 സീറ്റോടെ ആവും. അപ്പോൾ കർണാടകത്തിൽ ശകലം കൂടുതൽ വരും, അല്ലെങ്കിൽ തെലങ്കാനയിലും 1-2 സീറ്റ് കൂടും. എന്നാലും ഈ നമ്മളീ പറയുന്ന വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് സീറ്റിൻ്റെ കുറവും. വടക്കേ ഇന്ത്യയിലോട്ട് നോക്കുമ്പം UP 80 128 സീറ്റാവും, 80 എന്നുള്ളത്. ബീഹാറിൽ 40 എന്നുള്ളത് 70 സീറ്റാവും. മനസ്സിലായില്ലേ? മധ്യപ്രദേശിൽ 29 എന്നുള്ളത് 47 സീറ്റാവും. മഹാരാഷ്ട്രയിൽ 48. ഇപ്പോൾ രാജസ്ഥാനിലും അങ്ങനെ വരും, ഗുജറാത്തിലും അങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ തന്നെ 200 സീറ്റിൻ്റെ വ്യത്യാസം ആ രീതിയിൽ വരും. മറ്റേ രീതിയിൽ വരുമ്പോഴും BJPക്ക് അനുകൂലത്തിലേ വരത്തുള്ളൂ. ഈ സീറ്റ് കൂട്ടുന്ന രീതിയിൽ വന്നാലും അനുകൂലം, സീറ്റ് കൂട്ടുന്ന രീതിയേ വരത്തുള്ളൂ. കാരണം നരേന്ദ്രമോദി ആ അവസ്ഥയിൽ വരാൻ വേണ്ടിയാണ് പാർലമെൻറ്റിൻ്റെ സീറ്റിൻ്റെ എണ്ണം കൂട്ടിയിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ BJP ഇപ്പം തന്നെ വടക്കേ ഇന്ത്യയിൽ BJPയുടെ അപ്രമാദിത്വം. ഇപ്പം ഈ ഒരു 2024 നമ്മൾക്കറിയാം, ഈ ധനുഷ് പറഞ്ഞതുപോലെ BJPയുടെ അപ്രമാദിത്വം തന്നെയാണ്. പിന്നെ ചില മാധ്യമങ്ങളും മറിച്ചതും ഒക്കെ പറയുന്നത് ശരിയാണോ ഇല്ലയോ നമുക്കറിയാം. അപ്പോൾ ഈ അപ്രമാദിത്വം അതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും BJPയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പ്രാദേശിക പാർട്ടികളൊക്കെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കോൺഗ്രസിന്റെ കാര്യം അറിയാമല്ലോ. അപ്പം ഇവർ മാത്രമായിട്ട് വരുന്നൊരവസ്ഥ ഒരു 50 കൊല്ലം എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചാൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം BJPയുടെ കയ്യിൽ മാറത്തില്ല. ഇവർ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി മാറും, കറക്റ്റ് സേഫ് ആക്കിയിട്ട് കൊടുത്തിട്ട് അദ്ദേഹം പോകുമെന്ന് പറഞ്ഞാൽ ഇവരാരും പറയുന്നത് പോലുള്ള ഒരു കക്ഷിയല്ല. പുള്ളി സന്യാസത്തിന് തന്നെ പോകും. അതൊക്കെ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കാര്യങ്ങളും നിയോഗങ്ങളും ഒക്കെ പുള്ളി സന്യാസത്തിന് പോകും. പക്ഷേ ധനുഷ് പറഞ്ഞ ഇവരൊക്കെ പറയല്ലോ അടുത്ത പ്രധാനമന്ത്രി അമിത്ഷാ വന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്, ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട്. ഞാൻ ചോദിച്ചിട്ട് യോഗി വന്നാന്ന് തോന്നുന്നു. അല്ല, യോഗി ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇപ്പോൾ ഭാരതത്തിലെ ക്ഷുദ്രശക്തികളെ തുരത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പണി. ഇനി യഥാർത്ഥ രാഷ്ട്ര പുനർനിർമ്മാണം വരാൻ പോകുന്നത് യോഗി ആദിത്യനാഥിന്റെ കാലത്താണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ RSSലെ പല ആൾക്കാരും. അതിന്റെ അർത്ഥം ഇതൊക്കെ കാണുന്ന ഒരു ട്രെയിലറാണ്, ഇനി യഥാർത്ഥ സിനിമ കാണാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ ഇലക്ഷന് മുമ്പ് തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ CBI പോലെ അല്ലെങ്കിൽ ഈ ഏജൻസികൾ ED പോലുള്ള ഏജൻസികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ന് വെച്ചാൽ ഇലക്ഷന് മുമ്പേ അടുത്ത അധികാരത്തിൽ വരുന്ന പുള്ളി അന്ന് ഉള്ള രീതിയിൽ പുള്ളിക്ക് അറിയാതെ തീരുമാനിച്ചങ്ങ് പറയാം. ഇനി നിങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെയല്ല, ഈ വൈഡായിട്ട് ഇപ്പോൾ ഉള്ളത് വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും ആഴത്തിൽ രാജ്യത്തിൻ്റെ മോശമായ അവസ്ഥ മാറ്റി ഈ ഏജൻസികൾ കൊണ്ടുവരുന്ന രീതിയിൽ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. എല്ലാ മേഖലയിലും ആ രീതിയിലുള്ള ഒരു ഇനിയുള്ള പോക്കെന്ന് പറഞ്ഞാൽ ധനുഷ് പറഞ്ഞ സിനിമയിലേക്ക് അത് ട്രെയിലറോ അപ്പോൾ പരസ്യമായിട്ട് വരും. ട്രെയിലറല്ല, സിനിമ തന്നെ വരിക, സിനിമ വരിക. അപ്പം ഞാനീ പറഞ്ഞ നരേന്ദ്രമോദി അങ്ങോട്ട് മാറിയിട്ട് അടുത്ത ഇപ്പം യോഗിയോ അമിത്ഷാ നമുക്ക് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന് യോഗി വന്നാൽ എന്ത് ചെയ്യും? യോഗിക്ക് എത്ര വയസ്സുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയാണ് RSS കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. അതെ, നമ്മളിപ്പോൾ വിചാരിക്കും നരേന്ദ്രമോദി മാറിക്കഴിയുമ്പോൾ അമിത്ഷാ വരുമെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് വരെ യോഗി ആദിത്യനാഥിനുള്ളൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലായിരുന്നാലും ഇന്ത്യയിൽ ഉടനീളമായിരുന്നാലും ഇപ്പോൾ ചില BJPയുടെ തന്നെ സാക്ഷി മഹാരാജ്, അങ്ങനെ മറ്റേ പ്രജ്ഞർ, അങ്ങനെ ആ പുള്ളികൾക്കുള്ള ഒരു ഇമേജ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സാധു മനുഷ്യൻ, ഒരു സന്യാസി, ഇയാളെ കൊണ്ട് എന്ത് സന്യാസിയെ കൊണ്ട് എന്നുള്ള ഇമേജ് ആയിരുന്നു. പക്ഷെ യോഗി അങ്ങോട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു പവർ മനസ്സിലാകുന്നത്. അതുപോലെ യോഗി ആദിത്യനാഥിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഒന്നിനെ വകവയ്ക്കാത്ത ഒരാളാണല്ലോ. യോഗി ആദിത്യനാഥ് ഇപ്പൊ നരേന്ദ്രമോദിയെ പോലെയോ അല്ല. നരേന്ദ്രമോദി നമുക്ക് മനസ്സിലാവുന്ന ധനുഷ് പറഞ്ഞതല്ലോ, കുറച്ച് സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. യോഗി അങ്ങനെ അല്ല. നരേന്ദ്രമോദി ഡിസ്കഷനെങ്കിലും യോഗി സംസാരിക്കുന്നില്ല, പ്രവൃത്തി മാത്രമേ. കാരണം ഇപ്പൊ UPയിലെ കാര്യം കാണുമ്പോഴേ ആരെന്ത് നടന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹം നടപ്പാക്കും. പക്ഷേ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ ജനതയുടെ കാര്യങ്ങളായിരിക്കും, അവിടുത്തെ ആൾക്കാർക്ക് തൃപ്തിയായിരിക്കും. പക്ഷെ ആരോപണം വെച്ചാലും ആരോപണം ഒന്നും പുള്ളിക്ക് വിഷയമല്ല. പുള്ളി ചെയ്യുന്നത് ശരിയെന്ന് തോന്നി പുള്ളി അങ്ങ് ചെയ്യുകയാണ്, ശരി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇവർ ഈ പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ മറ്റേത് ഈ എന്തോ വിളിക്കും. ഇപ്പോൾ ഈ ഫാസിസ്റ്റ് എന്ന് നരേന്ദ്രമോദിയെ വിളിക്കുന്ന ആൾക്കാർ യോഗിയൊക്കെ വന്നാൽ യോഗിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്നറിയാം? യോഗിക്ക് ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തെറ്റിപ്പോയി, 56 വയസ്സില്ല അല്ലേ? അല്ല, 56 അമിത്ഷായ്ക്കല്ല, 59 അമിത്ഷായ്ക്ക്, 56 യുവരാജാവിന്. ആ യുവരാജാവിനെക്കാട്ടി 3 വയസ്സ് കുറവാ. 53 വയസ്സ് നടക്കുന്നേ ഉള്ളൂ യോഗിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ തന്നെ ഇവര് പറയുന്ന 75 വയസ്സ്. അവരെങ്കിൽ ഈ BJP ഒന്നും തീരുമാനിച്ചിട്ടില്ല. 75 വയസ്സ് ആ യോഗിക്കാവണമെങ്കിൽ തന്നെ എത്ര കൊല്ലം എടുക്കും? യോഗി ആദിത്യനാഥിന് 51 വയസ്സ്. 51 വയസ്സ് എന്തോ ഉണ്ട് പ്രായം. 51ാമത്തെ വയസ്സിൽ 5 തവണ MP ആയി.
അതെ അതെ രണ്ടാമത്തെ ടേൺ മുഖ്യമന്ത്രി ആവുകയാണ്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ യോഗി ഒരു 75 വയസ്സ് വരെ ഇരുന്നാൽ പോലും 25 കൊല്ലം ഭരിക്കാനുള്ള ആളെ നമ്മളങ്ങ് തീരുമാനിക്കാം. നമുക്ക് അറിയത്തില്ല യോഗിയെക്കാട്ടി വലിയ സാധനം അകത്ത് പുനത്തിലിരിക്കും RSS. ഈ അവരന്നേരമാണല്ലോ ഇറക്കി വിടുന്നത്. അപ്പം ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഈ BJP 2024 അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി ഇതൊരു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് ഫിക്സഡ് ആക്കി, ഇല്ല നമ്മൾ പറഞ്ഞ നല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങ് മാറിയാലേ ഇതിവരുടെ കയ്യിൽ നിന്ന് പോകാൻ വലിയ പാടാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തകർക്കാൻ പറ്റാത്ത രീതിയിലിട്ട് കൊടുക്കും. എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം നരേന്ദ്രമോദി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കോൺഗ്രസ് ആണ് സപ്പോസ് അധികാരത്തിൽ വരുന്നതെന്ന് വിചാരിക്കാം, അഴിമതി ഒരെണ്ണം പോലും നടത്താൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്ര ട്രാൻസ്പാരന്റ് ആണ് കാര്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് നരേന്ദ്ര. അതിന്റെ പുറത്തൂടെ യോഗി ആദിത്യനാഥ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഈ മിക്കവാറും ഈ അമ്മയെ കാണാൻ പോകല്ലോ, അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നത് സാധാരണക്കാരന് വേണ്ടി നീ രാജ്യം ഭരിച്ചോ, ഈ രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കണം. അത് ഒരു പ്രാവശ്യം പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞു. എൻ്റെ അമ്മയാണ് എന്നെ ഇത് എപ്പോൾ കണ്ടാലും പറയുന്ന കാര്യം. അപ്പം ഞാൻ പറയുന്നത് അഴിമതി എന്ന് പറഞ്ഞാൽ ഈ BJP അഴിമതി ഇല്ലാത്ത പാർട്ടിയൊന്നും അല്ലായിരുന്നു. നേരത്തെ നമുക്കറിയാലോ, സംസ്ഥാനങ്ങളിൽ മൊത്തം അഴിമതിയായിരുന്നു. കൽക്കരി കുംഭകോണം നമ്മുടെ കോൺഗ്രസിനെ ചർച്ച ചെയ്തപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെല്ലാം കൽക്കരി കുംഭകോണത്തിനകത്ത് അവിടുത്തെ സംസ്ഥാന അടിസ്ഥാനത്തിൽ BJP നേതാക്കം. പക്ഷെ ഇപ്പം നടക്കാത്തതെന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റത്തില്ല. അതിനുള്ള ആൾക്കാരാണ് മേളിലിരിക്കുന്നത്. നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കാണത്തില്ല അവനെ അത് കൈകാര്യം. അത് തന്നെ അതിൻ്റെ കർണാടക പോയാലും വേണ്ടില്ല ഇപ്രാവശ്യം. അതുകൊണ്ടല്ലേ കർണാടകയ്ക്കകത്ത് ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അഴിമതി കൊണ്ടാണ് അവിടുത്തെ BJP സർക്കാർ പോയത്. അപ്പോൾ അവിടെ എങ്കിലും BJP സർക്കാരിനെ നിലനിർത്താൻ നരേന്ദ്രമോദിക്ക് നിഷ്പ്രയാസം അവിടെ അമിത്ഷായൊക്കെ സംസാരിക്കാൻ പോലും, സന്യാസി ശ്രേഷ്ഠന്മാർ സംസാരിക്കാൻ പോലും പോയില്ല. കാരണം അത് മാറിയിരിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു ഭരണം വേണ്ട. പിന്നെ ഒരാളുടെ കയ്യിൽ കൂടെയുള്ള ഭരണം വേണ്ട, കുടുംബാധിപത്യം. അതിൽ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഈ സംസ്ഥാനം വേണ്ടാന്ന് വെച്ചിട്ട് പോലും അവിടെ 60 സീറ്റുണ്ട്. അതെ. അപ്പം ആ രീതിയിൽ ക്ലിയർ ചെയ്താണ് പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു പോക്കാണ് പോകുന്നത്. ഇവർക്കാരും കുടുംബവും കാര്യങ്ങളും, ആ കുടുംബാധിപത്യം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ മാറ്റി കൃത്യമായിട്ടുള്ളൊരു പോക്കിലേക്കാണ് വന്നത്. അപ്പം 50 കൊല്ലം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകും. നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. 24 അദ്ദേഹം ഒരു അധികാരത്തിൽ വരികയാണെങ്കിൽ BJP തന്നെ കുറെ കാലം ഇന്ത്യ ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതേ രീതിയിൽ അദ്ദേഹം അത് മേക്കപ്പ് ചെയ്ത് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.